നമ്മൾ sclerenchyma ടിഷ്യൂസിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തു വന്നിരുന്നത്. There are two types of sclerenchyma tissues, namely fibres and sclerids. ഇതിൽ ഫൈബേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കേൾക്കുന്ന വാക്കാണ്. ബിക്കോസ് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഫൈബേഴ്സ്, പ്ലാന്റ് ഫൈബേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഈ ഫൈബേഴ്സിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാന്റ് ഫൈബേഴ്സ്. ഫൈബേഴ്സ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ദേ വർ ലോങ്, ഇലോങ്ങേറ്റഡ്, thick walled and spindle shaped sclerenchyma cells with narrow lumen. Their thick walls are formed mostly of tapering end walls and narrow lignin and cellulose and are profusely pitted. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. അവയുടെ സെക്കൻഡറി വാൾ എന്ന് പറയുന്നത് ഹൈലി തിക്കൻഡ് ആയിരിക്കും ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ഡെപ്പോസിഷൻ ഓഫ് ലിഗ്നിൻ ആൻഡ് സെല്ലുലോസ്. ദെൻ ഒരുപാട് പിറ്റ്സ് പ്രസൻ്റ് ആയിരിക്കും, പ്രൊഫ്യൂസ്ലി പിറ്റഡ് ആയിരിക്കും. And at maturity, fibers lost their proto-plast and become dead cells. അവർ ആഫ്റ്റർ ദീസ് സെക്കൻഡറി വാളിലുള്ള ഡെപ്പോസിഷൻ ഒക്കെ കഴിയുമ്പോഴേക്കിനും അവരുടെ പ്രോട്ടോപ്ലാസ്റ്റ് ഇല്ലാണ്ടാവും ആൻഡ് ദേ ബിക്കം ഡെഡ് സെൽ meant for supporting the plant. So most usually fibers are arranged in bundles forming long and strong strands. They also form sheets by overlapping and interlocking individual cells. Fibers are widely in chemical composition, texture and strength, place of origin, etc. ഈ ഫൈബേഴ്സ് തന്നെ പല ടൈപ്പ് ഉണ്ട്, പല ഓർഗൻസിൽ പല ടൈപ്പാണ്, അതുപോലെ പല കമ്പോസിഷനാണ്, ടെക്സ്ചറാണ്, സ്ട്രെങ്ത് ആണ്. ദെൻ ഫൈബേഴ്സ് യൂഷ്വലി ഒക്കേഴ്സ് ഇൻ ഗ്രൂപ്പ്സ് ഇൻ കോർടെക്സ്, pericycle, xylem and phloem in almost all parts of the plant such as roots, stem, leaves, fruits, even seeds. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്, നമ്മളൊന്നും കൂടി ഡിസ്കസ് ചെയ്യാന്നുള്ളൂ. ഫൈബേഴ്സ് 3 ടൈപ്പായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സൈലറി ഫൈബേഴ്സ്, അതായത് സൈലത്തിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഫൈബേഴ്സ്. ദെൻ എക്സ്ട്രാ സൈലറി ഫൈബേഴ്സ്, അതായത് പെരിസൈക്കിൾ, കോർടെക്സ്, പിത്ത്, ഫ്ലോയം, ഇവിടെയൊക്കെയുള്ള ഫൈബേഴ്സിനെയാണ്. അതായത് ഔട്ട്സൈഡ് സൈലം, സൈലം അല്ലാത്ത പോർഷൻസിലുള്ളതിനെയാണ് എക്സ്ട്രാ സൈലറി അല്ലെങ്കിൽ ബാസ്റ്റ് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ഫ്ലോയത്തിൽ കാണുന്ന ഫൈബേഴ്സാണ് ബാസ്റ്റ് ഫൈബേഴ്സ്. ദെൻ തേർഡ് വണ്ണാണ് സർഫസ് ഫൈബേഴ്സ്. സർഫസിൽ കാണുന്ന ഫൈബേഴ്സ്, അതായത് ഫ്രൂട്ടിൻ്റെയും സീഡിൻ്റെയും ഒക്കെ സർഫസിൽ, നമ്മൾ കോക്കനട്ട് ഷെല്ല് എക്സാമ്പിൾ പറഞ്ഞു, കോക്കനട്ട് ഷെല്ലിൻ്റെ സർഫസിൽ ഫൈബേഴ്സ് ഉണ്ട്. ഇതിനെയാണ് സർഫസ് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇവയുടെ യൂസസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ദേ ആർ എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് ഇൻ ഡൈവേഴ്സ് വേസ്. Commercially important fibers are of two groups, soft and hard. Soft fibers ഉണ്ട്, hard fibers ഉണ്ട്. Fibers of jute, hemp, flax, cotton, etc. are soft and those of the leaves of abaca and sisal are hard. നിങ്ങൾക്ക് നോക്കിയാൽ പറ്റും, നമ്മുടെ കോട്ടൺ എന്ന് പറയുന്നത് ആക്ച്വലി ഫൈബറാണ്, പരുത്തി, ഗൊസീപ്പിയം ഹെർബേഷ്യം എന്നാണ് ആ പ്ലാന്റിൻ്റെ പേര്. അവരുടെ സീഡിൻ്റെ കോട്ടാണ്, നമ്മൾ കണ്ടാൽ മനസ്സിലാവും, പരുത്തിക്കായ കണ്ടാൽ മനസ്സിലാവും. പരുത്തിക്കായ എന്ന് പറയുന്നത് അവരുടെ ഫ്രൂട്ടാണ്. സോ അതിൻ്റെ ഉള്ളിൽ നിന്ന് കോട്ടൺ അല്ലെങ്കിൽ പരുത്തി വരുന്നത് കാണാം. ദേ ആർ ആക്ച്വലി ഫൈബേഴ്സ് ആണ്. ആ പ്ലാന്റിൻ്റെ സീഡ് കോട്ടിൻ്റെ മേലുള്ള ഫൈബേഴ്സാണ് കോട്ടൺ അല്ലെങ്കിൽ പരുത്തി എന്ന് പറയുന്നത്. സോ ആ ഫൈബർ നോക്കിയാൽ നമ്മൾ പരുത്തി തൊട്ട് നോക്കിയാൽ മനസ്സിലാവും, വളരെ സോഫ്റ്റ് ആണ്. ഇതിനെയാണ് നമ്മൾ സോഫ്റ്റ് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദർ ആർ ഹാർഡ് ഫൈബേഴ്സ് ഓൾസോ പ്രസൻറ്റ്. എക്സാമ്പിളാണ് അബാക്ക ആൻഡ് സിസാലിൻ്റെ ലീവ്സിൽ നിന്ന് കിട്ടുന്ന ഫൈബേഴ്സൊക്കെ ഹാർഡായിരിക്കും. ദെൻ എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് ഫൈബേഴ്സ് ആർ ഫൗണ്ട് ഇൻ ദി മെമ്പേഴ്സ് ഓഫ് ദി ഫാമിലീസ് പൊയേസിയെ, അരക്കേസിയെ, മ്യൂസേസിയെ, മാൽവേസിയെ, ലിനേസിയെ, ബോംബക്കേസിയെ, ദെൻ ഫെബേസിയെ, കനബിനേസിയെ. കനബിനേസിയയിൽ വരുന്നതാണ് കനാബിസ് സെറ്റൈവസ്. അതായത് നമ്മൾ ഇതിന് ഡ്രഗ്സൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്, അതിൽ നിന്നും ഫൈബേഴ്സ് കിട്ടുന്നുണ്ട്. ദെൻ മൊളേസിയെ, ടിലേസിയെ, ബ്രോമിലേസിയെ, എക്സെട്ര.
Then based on their utilization, fibers are classified into 6 groups. അതായത് നമ്മൾ അവയുടെ യൂസസ് അനുസരിച്ച് ഈ ഫൈബേഴ്സിനൊക്കെ ഒന്ന് ക്ലാസിഫൈ ചെയ്യുന്നു എന്നുള്ളൂ. ടെക്സ്റ്റൈൽ ഫൈബേഴ്സ് ഉണ്ട്, അതായത് നമ്മുടെ ടെക്സ്റ്റൈൽ മെറ്റീരിയൽസ് ക്ലോത്ത്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്ലാന്റ് ഫൈബേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ ബ്രഷ് ഫൈബേഴ്സ്, പ്ലേറ്റിംഗ് ആൻഡ് റഫ് വീവിങ് ഫൈബേഴ്സ്, ഫില്ലിംഗ് ഫൈബേഴ്സ്, നാച്ചുറൽ ഫാബ്രിക്സ് ആൻഡ് പേപ്പർ മേക്കിംഗ് ഫൈബേഴ്സ്. ഒന്നുമില്ല, നമുക്ക് കാര്യം പറയുമ്പോൾ മനസ്സിലാവും. നമുക്കെല്ലാം അറിയുന്ന കാര്യങ്ങളാണ് ഇതിൽ പഠിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ടെക്സ്റ്റൈൽ ഫൈബേഴ്സ് നോക്കാം. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് യൂസ് ഓഫ് ഫൈബേഴ്സ് ഈസ് ഇൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഫോർ മാനുഫാക്ചർ ഓഫ് ഫാബ്രിക്സ്, നെറ്റിംഗ് ആൻഡ് കോർഡേജ്. നമ്മളുടെ തുണികൾ ഉണ്ടാക്കാൻ, അതുപോലെ നെറ്റ്സ് ഉണ്ടാക്കാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഫൈബേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇൻ മേക്കിംഗ് ഫാബ്രിക്സ് ആൻഡ് നെറ്റിംഗ്, ഫ്ലെക്സിബിൾ ഫൈബേഴ്സ് ആർ ട്വിസ്റ്റഡ് ടുഗദർ ഇൻ ടു ത്രെഡ് ഓർ യാൺ ആൻഡ് ദെൻ വൂവൺ, സ്പൺ, നിറ്റഡ് ഓർ അതർവൈസ് യൂട്ടിലൈസ്ഡ്. അതായത് നമ്മൾ ഈ നെറ്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഫാബ്രിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്ലാന്റിൽ നിന്ന് ഫൈബേഴ്സ് എടുക്കുന്നുണ്ട്. ഈ ഫൈബേഴ്സിനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഫൈബേഴ്സ് ആയിരിക്കും. ഇവരെ ഒരുമിച്ച് ട്വിസ്റ്റ് ചെയ്തിട്ട് അവരെ ത്രെഡ്, നൂല്, യാൺ എന്നൊക്കെ പറയുന്നത് നൂലാണ്, നൂല് പോലെ ആക്കിയിട്ട് ഒന്നെങ്കിൽ ഇങ്ങനെ തുന്നാൻ തുടങ്ങും, വൂവ് ചെയ്യും. അതായത് സ്പൺ എന്നൊക്കെ പറയുന്നത് നമ്മൾ സ്റ്റിച്ചിങ് മെത്തേഡ്സ് ആണ്. സോ അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഫാബ്രിക്സ് അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നത്. Fabrics include cloth for wearing and domestic use and coarser materials such as gunny and burlap. ഈ ഫാബ്രിക്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഒന്ന് വിയറിങ്, നമ്മൾ ഡ്രസ്സായിട്ട് യൂസ് ചെയ്യുന്നതിന് ഈ പ്ലാന്റ് ഫൈബേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഡൊമസ്റ്റിക് യൂസിന് വേണ്ടിയിട്ടും ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഗണ്ണി, ബർലാപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി, നമ്മുടെ ചാക്കൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത് ഈ പ്ലാന്റ് ഫൈബേഴ്സാണ്. പ്ലാന്റ് ഫൈബേഴ്സിനെടുത്ത് അവർ ത്രെഡ് പോലെ ആക്കിയിട്ട് വൂവ് ചെയ്തിട്ടാണ് ഈ ഗണ്ണി ബാഗ്സൊക്കെ ഉണ്ടാക്കുന്നത്. Then fabric fibers are commercially very important. Netting fibers are used for lace, all forms of nets and also for making many commercial fabric fibers. ഈ ലേസസ് ഒക്കെ ഉണ്ടാക്കുന്നത് ഈ ഒരു പ്ലാന്റ് ഫൈബേഴ്സിൽ നിന്നാണ്. Then for this purpose individual fibers are twisted together rather than woven. Both commercial and netting fibers are used for cordage twine, binder twine, fish line, റോപ്സ്. അതായത് നമ്മുടെ റോപ്സൊക്കെ ഉണ്ടാവില്ലേ, നല്ല നമുക്കറിയാം റോപ്സ്, ഈ കയറൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഈ പ്ലാന്റിൽ നിന്ന് നമുക്ക് തന്നെ അറിയാം, കോക്കനട്ട് ഹസ്ക് ഫൈബേഴ്സൊക്കെ എടുത്തിട്ടാണ് ഈ കയറൊക്കെ ഉണ്ടാക്കുന്നത്. അതുപോലെ ഫിഷ് ലൈൻസ്, ഇതൊക്കെ പ്ലാന്റ് ഫൈബേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ദെൻ ബ്രഷ് ഫൈബേഴ്സ് ആണ് അടുത്തത്. ദീസ് ആർ ദി ടഫ് ആൻഡ് സ്റ്റിഫ് ഫൈബേഴ്സ്. നമ്മൾ ബ്രഷിന് നോക്കിയാൽ കുറച്ചുകൂടി സ്റ്റിഫായിട്ടുള്ള ഫൈബേഴ്സാണ് പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. ഓർ ഈവൻ ട്വിഗ്സ്, ചില ട്വിഗ്സൊക്കെ ആയിരിക്കും ബ്രഷായിട്ട് യൂസ് ചെയ്യുന്നത്. ബ്രഷിൻ്റെ ഫൈബേഴ്സായിട്ട് ചില ട്വിഗ്സൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. യൂസ്ഡ് ഫോർ ദി മാനുഫാക്ചർ ഓഫ് ബ്രഷസ് ആൻഡ് ബ്രൂം. ബ്രഷ്, അതുപോലെ ബ്രൂം, ചൂലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫൈബേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ സെക്കൻഡ് വൺ ആണ് പ്ലേറ്റിംഗ് ആൻഡ് റഫ് വീവിങ് ഫൈബേഴ്സ്. പ്ലേറ്റ്സ് മീൻസ് ദേ ആർ ഫ്ലാറ്റ് പ്ലയബിൾ ഫൈബർ സ്ട്രാൻഡ്സ് യൂസ് ചെയ്തിട്ടാണ് പ്ലേറ്റ്സ് ഉണ്ടാക്കുന്നത്. ദെൻ ദേ ആർ ഇൻ്റർലേസ്ഡ് ടു മേക്ക് സ്ട്രോ ഹാറ്റ്സ്, സാൻഡൽ, ബാസ്ക്കറ്റ്, ചെയർ സീറ്റ്സ് എക്സെട്ര. ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. ചെരുപ്പ് ഉണ്ടാക്കാൻ, തൊപ്പി ഉണ്ടാക്കാൻ, ബാസ്ക്കറ്റ്, ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫൈബേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, നമുക്ക് തന്നെ അറിയാം. Then more elastic strands are roughly woven together for matting and thatched roof of houses. അതായത് നമ്മൾ മാറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി, ചവിട്ടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വീടിന് റൂഫാക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ഫൈബേഴ്സ്, ഇലാസ്റ്റിക് ആയിട്ടുള്ള ഫൈബർ സ്ട്രാൻഡ്സ് വൂവ് ചെയ്തിട്ട് നമ്മൾ മാറ്റ്സും അതുപോലെ വീടുകൾക്ക് റൂഫ്സൊക്കെ ആക്കുന്നുണ്ട്. ദെൻ വുഡ് ഫൈബേഴ്സ് ആർ ഓഫൺ യൂസ്ഡ് ഫോർ മേക്കിംഗ് ബാസ്ക്കറ്റ്, ചെയേഴ്സ് എക്സെട്ര.
ദെൻ ഫില്ലിംഗ് ഫൈബേഴ്സ്. ഫില്ലിംഗ് ഫൈബേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഉന്നം ഒക്കെ പറയില്ലേ, നമ്മൾ നിറയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ദീസ് ആർ ദി ഫൈബേഴ്സ് യൂസ്ഡ് ഇൻ അപ്ഹോൾസ്റ്ററി ഫോർ സ്റ്റഫിംഗ് മാട്രസസ്, കുഷൻസ് ആൻഡ് ഓൾസോ ഫോർ പാക്കിംഗ് മെറ്റീരിയൽസ്. അതായത് നമ്മൾ കുഷ്യന്, മാട്രസസ് അതുപോലെ നിറയ്ക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ മെറ്റീരിയൽസ് പാക്ക് ചെയ്യുമ്പം കേട് വരാതെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിറയ്ക്കില്ലേ, ഓരോ പെട്ടിയൊക്കെ നിറയ്ക്കുമ്പം പാക്കിംഗ് മെറ്റീരിയൽ ആയിട്ടൊക്കെ ഫൈബേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ നാച്ചുറൽ ഫാബ്രിക്സ്. ദീസ് ആർ ദി നാച്ചുറൽ ഫ്രീ ബാസ്റ്റ് ദാറ്റ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദി ബാർക്ക് ഇൻ layers or sheets and pounded into rough substitute for cloth or lace. Then paper making fibers. These include complex fibers and textile fibers that are used in paper industry. നമുക്കറിയാം ബാമ്പുവിൻ്റെ പൾപ്പ് യൂസ് ചെയ്തിട്ടാണ് പേപ്പേഴ്സ് ഉണ്ടാക്കുന്നത് എന്ന്. അതായത് ഫൈബേഴ്സ് ആണ് ഈ ഒരു പേപ്പർ ഇൻഡസ്ട്രിയിലും യൂസ്